മഹാനായ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം കേട്ട ഏറ്റവും വലിയ മദീനയുടെയും അതുപോലെ പരിശുദ്ധമായ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ച മഹാനാണ് സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ തങ്ങളെ കാരണത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് പോലും ഇറങ്ങിയിട്ടുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഖബൂലാക്കിയതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉമയ്യത്ത് എന്ന് പറയുന്ന ബിലാൽ തങ്ങളുടെ ആ മുതലാളിയിൽ നിന്ന്, ഉമയ്യത്തിന്റെ അടിമയായിരുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ഉമയ്യത്ത് ശത്രുവാണ്, ഇസ്ലാമിന്റെ കടും ശത്രുവായിരുന്നു. ഇസ്ലാമായതിന്റെ പേരിൽ അവിടുത്തെ അടിമയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവസാനം ബിലാൽ തങ്ങളെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന ആ ദിവസം മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമയ്യത്തിന്റെ വീടിന്റെ പരിസരത്തിലൂടെ നടന്നു പോകുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടുവന്ന. ഇവിടുത്തെ ബിലാൽ തങ്ങൾ എന്ന് പറഞ്ഞാൽ കറുകറുത്ത മനുഷ്യനാണ്. നമ്മുടെ ശരീരത്തിന്റെ രോമങ്ങൾ അങ്ങനെ കറുത്തിട്ടുണ്ടോ അതുപോലെ തൊലിക്കട്ടി കറുത്ത മനുഷ്യനായിരുന്നു ബിലാൽ. ആ ബിലാൽ തങ്ങള് ഇരുമ്പ് ചൂടാക്കിയിട്ട് ആ ചൂടാക്കിയ ഇരുമ്പിനെ ബിലാൽ തങ്ങളുടെ കറുത്ത തൊലിക്കട്ടിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ആ വെക്കുന്ന സമയത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത് അഹദ് 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 എന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്നത്. ആ അഹദ് ഇങ്ങനെ അവിടുത്തെ നാവിലൂടെ ഇങ്ങനെ ഉച്ചരിക്കുകയാണ്. കറുത്ത ശരീരത്തിന്റെ മുകളിൽ തീന്റെ ആ പൊല്ലം കൊടുക്കുമ്പോ, ആ വേദന കൊടുക്കുമ്പോ അവിടുത്തെ ഹൃദയം വെളുത്ത ഹൃദയമായിരുന്നു. ബിലാലുകളുടെ ഹൃദയം നല്ല തെളിഞ്ഞ ഹൃദയം. ആ തെളിഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അഹദ് അഹദ് എന്നാണ്. അപ്പൊ ഇത് കേട്ടിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമയ്യത്തിന്റെ വീടിന്റെ പരിസരത്തിലൂടെ പോകുമ്പോ പറഞ്ഞു, യൻജീക അഹദുൻ യാ ബിലാൽ, യൻജീക അഹദുൻ യാ ബിലാൽ. ബിലാലെ, നീ വിളിക്കുന്ന അഹദുണ്ടല്ലോ, ആ അഹദ് നിന്നെ രക്ഷപ്പെടുത്തും ബിലാലെ, ആ അഹദ് നിന്നെ രക്ഷപ്പെടുത്തും ബിലാലെ. അതുകൊണ്ട് ബേജാറാകണ്ട എന്നിങ്ങനെ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ സങ്കടത്തോടെ, റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ റഹ്മത്തിന്റെ ഉറവിടമാണ്. ആരെന്ത് പ്രയാസപ്പെട്ടാലും റസൂലുള്ളാഹിക്ക് താങ്ങാൻ പറ്റാത്തതാണ്. കാരണം അത്രയും വലിയ റഹ്മത്തിന്റെ ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. സങ്കടത്തോടെ വീട്ടിൽ പോയിട്ട് വലിയ ബേജാറോടെ ഇങ്ങനെ ഇരിക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു. റസൂലുള്ളാഹി തങ്ങളെ നോക്കുമ്പോ റസൂലുള്ളാഹി ഭയങ്കര ബേജാറിലാണ്. റസൂലുള്ളാഹി ഭയങ്കരമായ ബേജാറിലാണ്. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ നിങ്ങൾ വല്ലാത്ത ഒരു പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചയാണല്ലോ നിങ്ങളിൽ നിന്ന് കാണുന്നത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ഞാൻ ബിലാലിനെ കണ്ടു. ഇസ്ലാമായതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ ഉമയ്യത്ത് ബിലാലിനെ വളരെ കഠിനമായി ഇരുമ്പ് ചൂടാക്കി ആ ചൂടുള്ള ഇരുമ്പ് ബിലാലിന്റെ മുകളിൽ വെച്ചു കൊടുത്ത് വേദനിപ്പിക്കുന്ന കാഴ്ച കണ്ടു സിദ്ദീഖേ. അത് കണ്ടപ്പോ എനിക്ക് താങ്ങാൻ പറ്റിയില്ല, വലിയ സങ്കടമായി. അപ്പൊ മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, എന്നാ നിങ്ങൾ ബേജാറാവണ്ട, അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞത്, നമുക്ക് കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമാണ് റബീഉൽ അവ്വൽ.
കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമാണ് ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കലും സ്നേഹവും സലാത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെയും ഒരു ദിവസം. സിദ്ധീകരണങ്ങൾ 365 ദിവസവും ആ സിദ്ധീകരണങ്ങളുടെ ഉള്ളിൽ ഹബീബായ റസൂലുള്ളാഹ് വന്നപ്പോ നോക്കി. റസൂലുള്ളാഹി തങ്ങളുടെ മുഖം കണ്ട് മനസ്സിലാക്കി എന്തോ ഒരു പ്രയാസമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ബിലാലിന്റെ കാര്യം. സിദ്ധീകരണങ്ങൾ പറഞ്ഞു, നബിയെ ബേജാറാവണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ മഹാനായ സിദ്ധീകരണങ്ങൾ ഉമയ്യത്തിന്റെ വീട്ടിലേക്ക് ഓടിപ്പോവാൻ പോകുമ്പോ സിദ്ധീകരണങ്ങൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. എന്താ അറിയോ? മഹാനായ ബിലാൽ തങ്ങളെ നഗ്നനാക്കിയിട്ട് ചുട്ടുകൊള്ളുന്ന മണൽത്തരിയുടെ മുകളിൽ ബിലാൽ തങ്ങളെ കിടത്തിയിട്ട്, എന്നിട്ട് ആ ബിലാലിന്റെ കറുത്ത ശരീരത്തിന്റെ മുകളിൽ വലിയ കല്ലുകൾ വെച്ച് കൊടുത്ത് അണങ്ങാൻ പോലും പറ്റാത്ത രൂപത്തിൽ. എന്തിനറിയോ? ബിലാൽ തങ്ങളെ കൊല്ലാനുള്ള പരിശ്രമത്തിലാണ്. അത് കണ്ടിട്ട് ഒരുപാട് ശത്രുക്കൾ ഇങ്ങനെ ബിലാലിന്റെ ആ വേദന കണ്ട് ചിരിക്കാൻ. മഹാനായ സിദ്ദീഖ് തങ്ങൾ ഉമയ്യത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ കണ്ട കാഴ്ചയാണ്. മഹാനായ സിദ്ദീഖ് തങ്ങൾ പോയി ഉമയ്യത്തിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഉമയ്യ, ഈ ബിലാൽ നിന്റെ അടിവയല്ലേ? ആ അടിവയെ എനിക്ക് നിങ്ങൾ വിൽക്കുമോ ചോദിച്ചു. എനിക്കങ്ങ് വിൽക്കോ ചോദിച്ചു. മരിക്കാൻ കിടക്കുന്ന ബിലാലാണ്. ഏതായാലും ഈ ബിലാൽ ജീവിക്കൂലെന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പൊ ഉമയ്യത്ത് ചോദിച്ചു, എത്ര പൈസ തരും ചോദിച്ചു. സിദ്ദീഖിന്റെ മറുപടി എന്തറിയോ? ഉമയ്യത്തെ, നീ ചോദിക്കുന്നതിന്റെ ഇരട്ടി തരാമെന്ന്. നീ ചോദിക്കുന്നതരാന്നല്ല, നീ എത്ര ചോദിക്കുന്നുണ്ട് അതിന്റെ ഇരട്ടി ഞാൻ തരാം. എനിക്ക് ബിലാലിന് ആവശ്യമുണ്ട്. കാരണമോ, ആ ബിലാലിന്റെ പേരിൽ മദീനയിൽ ഒരു ഹൃദയം വേദനിക്കുന്നുണ്ട്. ആ ഹൃദയം വേദനിക്കേണ്ട ഹൃദയമല്ല, മുഹമ്മദ് റസൂലുള്ളാഹ്. ആ തങ്ങൾക്ക് വേണ്ടി എന്തും തരാൻ ഞാൻ തയ്യാറാണ്. നീ എത്ര ചോദിക്കുന്നുണ്ട്, ആ ചോദിക്കുന്നതിന്റെ ഇരട്ടി നിനക്ക് ഞാൻ തരാം. ബിലാലിന്റെ ഉമയ്യത്തിന് സന്തോഷായി, കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷായി. കാരണം ഇതൊരു മയ്യത്തിനാണ് പൈസ കൊടുക്കുന്നത്. ഏതായാലും ജീവിക്കൂല എന്ന് ഉറപ്പാണ്, മരിച്ചു പോകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള ബിലാലിനാണ് പൈസ പറയുന്നത്. ഉമയ്യത്ത് പറഞ്ഞു, എന്നാ കൊണ്ടുപോയിക്കോ, പൈസ തന്ന് കൊണ്ടുപോയിക്കോ. അങ്ങനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ബിലാൽ തങ്ങളുടെ ശരീരത്തിന്റെ മുകളിൽ വെച്ച വലിയ വലിയ കല്ലുകൾ ഓരോന്നായി നീക്കിവെക്കാം. മഹാനായ ബിലാൽ തങ്ങളുടെ ശരീരത്തിന്റെ മുകളിൽ ഒരുപാട് ഇരുമ്പ് സ്പർശിച്ച തീ സ്പർശിച്ച ഒരുപാട് പാടുകളുണ്ട്. അങ്ങനെ ബിലാൽ തങ്ങള് സിദ്ധീകരണങ്ങൾ ആ കിടന്ന സ്ഥലത്തിൽ നിന്ന് എണീപ്പിക്കുമ്പോ അവിടുത്തെ കവളിന്റെ ഒരു ഭാഗം ഭൂമിയിൽ വീണുപോയത്. അത്രത്തോളം ബിലാൽ തങ്ങൾ അവർ വേദനിപ്പിച്ചിരുന്നു. ഒരു കവളിന്റെ ഒരു ഭാഗം ഭൂമിയിൽ വീണ് കിടക്കുകയാണ്. ആ വീണ കവളിന്റെ ഭാഗവും മഹാനായ ബിലാൽ തങ്ങളെ പൊട്ടിപ്പിടിച്ചുകൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിമായതിന്റെ പേരിൽ ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിൽപ്പെട്ട ഒരുപാട് ആളുകൾ. സന്തോഷായി വീണ് കിടക്കുന്ന കവളിന്റെ ഭാഗം ബിലാൽ തങ്ങളുടെ മുഖത്തിൽ വെച്ചു കൊടുത്ത് റസൂലുള്ളാഹി തങ്ങളൊന്ന് തടങ്ങി കൊടുത്തു. ബിലാൽ തങ്ങളുടെ ശരീരത്തിന്റെ ആ പാടുകളുടെ മുകളിൽ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് റസൂലുള്ളാഹി ഒന്ന് തടങ്ങി. അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ബിലാലിന്റെ ശരീരത്തിന്റെ മുകളിലുള്ള പാടുകൾ മുഴുവനും നീങ്ങി. കറുകറുത്ത ബിലാല. ആ ബിലാലിന്റെ ഹബീബായ തങ്ങൾ കൊടുത്ത സ്ഥാനം അറിയോ? ഫത്ഹ് മക്കയുടെ ദിവസം. ഇന്നൊരു കാലത്ത് മക്ക ഹബീബായ തങ്ങളുടെ കയ്യിലായി. അങ്ങനെ കയ്യിലായപ്പോ പരിശുദ്ധമായ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് പിടിക്കണം. ഫത്ഹിന്റെ ദിവസമാണ്, മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിന്റെ ദിവസമാണ്. അങ്ങനെ കഅബയുടെ ചുറ്റുഭാഗത്തിലേക്ക് ഹബീബായ തങ്ങൾ ഇങ്ങനെ നോക്കാൻ, ആരെയോ ഒരാൾ തേടുമ്പോൾ, ആരെയോ ഒരാളെ നോക്കുമ്പോൾ
ആരെയാ നോക്കുന്നത് അറിയോ? ഈ കാബയുടെ മുകൾ. കാബ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, ബൈത്തുള്ളയ, അള്ളാഹുവിന്റെ ബൈത്ത, ആരും ബഹുമാനിക്കുന്ന വീട്. ആ കാബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കേണ്ടതുണ്ട്. ആരാ ബാങ്ക് വിളിക്കേണ്ടത്? റസൂൽ ഇങ്ങനെ നോക്കാൻ സ്വഹാബത്തിന് മനസ്സിലായി, ഇത് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് റസൂൽ ആളെ നോക്കാൻ കുറെ സ്വഹാബത്തൊക്കെയും റസൂലുള്ളാഹിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരാം. എന്നെ വിളിക്കട്ടെ, ഞാൻ കൊടുക്കാം. പക്ഷേ റസൂൽ ആരെ വിളിച്ചറിയോ? എല്ലാരെയും നോക്കി നിൽക്കെ മഹാനായ ബിലാൽ തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ ബിലാൽ ആദ്യം പറഞ്ഞു, ബിലാലെ ബാങ്ക് കൊടുത്തോ കാബന്റെ മുകളിൽ. അങ്ങനെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കാബന്റെ മുകളിലേക്ക് കയറുമ്പോ റസൂലുള്ളാഹി തങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ സ്വഹാബത്തിൽപ്പെട്ട ഒരാള് പറയാണ്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് പറയുകയാണ്, നബിയെ, ഈ കാബന്റെ ഇത്രയും വലിയ ഫളലുള്ള, ഇത്രയും വലിയ മഹത്വമുള്ള കാബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ ഈ കറുത്ത ബിലാലിനെയാണോ നിങ്ങൾ കണ്ടത്? സ്വഹാബത്ത് ഇസ്ലാമിലേക്ക് വന്നവരാണ്. ഇസ്ലാമിന്റെ മുമ്പത്തെ സ്വഭാവങ്ങൾ അവിടെ തൻപിലുണ്ട്. ആ സ്വഭാവമുള്ള ആളുകൾ പറഞ്ഞു പോയതാണ്, ഇത്രയും വലിയ ഫളലുള്ള കാബന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ ഈ കറുത്ത ബിലാലിനെയാണോ നിങ്ങൾക്ക് കണ്ടത് എന്ന് ഒരാൾ ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതുകയാണ്. ബിലാലിന്റെ കാര്യത്തിൽ ഒരു ആയത്താണ്. എന്നറിയോ? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്താണ്. നിങ്ങളെ എന്താ പറയാ? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ, എല്ലാവരെയും അല്ലാഹു പടച്ചത് ഒരാണ്, ഒരു പെണ്ണിൽ നിന്നിട്ടാണ്. എന്നിട്ടോ വജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളെ ഒരുപാട് കുടുംബങ്ങളാക്കി, ഒരുപാട് നാട്ടുകാരാക്കി. എന്തിനറിയോ? അത് ലിതആറഫൂ, നിങ്ങളെ പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരാളുടെ മോനാണ്, ഇന്നാലിന്ന ആളുടെ മോനാണ്, ഇന്നാലിന്ന തറവാടുകാരനാണ്, മൊഗ്രാനുകാരനാണ്, കുമ്പളക്കാരനാണ് എന്ന് വേർതിരിഞ്ഞ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി വന്നുണ്ടാക്കിയത്. എന്നിട്ട് അത് പറയാം, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാന്റെ അടുത്ത് ഏറ്റവും വലിയ മാന്യൻ ആരാണെന്ന് അറിയോ? അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തഖ്വയുള്ള ആളാണ്. അതുകൊണ്ട് എന്റെ അടുത്ത് കറുത്തവൻ, വെളുത്തവൻ, പണക്കാരൻ, മുതലാളി, അടിമ എന്ന ഒരു വ്യത്യാസം എന്റെ അടുത്തില്ല. എന്റെ അടുത്തുള്ള തഖ്വയുള്ളവൻ. ബിലാൽ ആരാ? ബിലാൽ തഖ്വയുള്ളവനാണ്. ബിലാല് ബാങ്ക് കൊടുക്കാൻ, കാബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അത് അഭിഭാഷകർക്ക് ആയത്ത് ഓതി കൊടുക്കുകയാണ്. അപ്പോ ആയത്ത് പോലും ഇറങ്ങാൻ കാരണക്കാരനായി സയ്യിദുനാ ബിലാൽ അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ഇതാണ് മഹാന്മാർ. അത്രയും പ്രയാസം സഹിച്ചവരായിരുന്നു, ആ രൂപത്തിലായിരുന്നു ഇസ്ലാമിന്റെ തുടക്കകാലം. സുബ്ഹാനല്ലാഹ്, ആ മഹാനവരുകള് ഇന്നും ഓർക്കുന്ന രൂപത്തിൽ എല്ലാ പള്ളികളിലും ഇങ്ങനെ ബാങ്ക് വിളിക്കാം. ബിലാൽ നിങ്ങളുടെ പേരെന്നെയാണ് ബിലാലുൽ മുഅദ്ദിൻ, മുഅദ്ദിനായ ബിലാൽ. ബാബു, ആ ബിലാൽ തങ്ങളുടെ മഹബത്തിന്റെ മുന്നിൽ നമ്മുടെ മഹബത്തൊന്നുമല്ല. ഏതായാലും അവരുടെ പിന്നിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പടച്ചോനെ നമുക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. ബിലാൽ ഞങ്ങള് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സിദ്ദീഖുൽ കാണിച്ച ആ വലിയ ഈമാൻ, ആ ഈമാനിന്റെ മുന്നിൽ പടച്ചോനെ ഞങ്ങൾ എന്താ, നമ്മുടെ സ്വലാത്തൊന്നുമല്ല, റസൂലുള്ളാഹി ഞങ്ങളുടെ ജന്മദിനത്തിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന ചില്ലറകൾ ഒന്നുമല്ലെന്നറിയാം. എന്നാലും പടച്ചോനെ കാലത്ത് അതുപോലെ കൊടുക്കാതെ എത്രയോ ആളുകളുണ്ട്. അവരുടെ ഇടയിൽ സ്വലാത്ത് ഇല്ലാത്ത ആളുകളുടെ ഇടയിൽ റസൂലുള്ളാഹി ഞങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ ഞങ്ങൾ സന്തോഷിക്കുമ്പോ, ഞങ്ങൾ കൊടുക്കുമ്പോ, അതിനു വേണ്ടി ഞങ്ങൾ സഹകരിക്കുമ്പോ പടച്ചോനെ ആ ചെറിയ ഈമാനിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും ആ മഹാന്മാരുടെ പിന്നിലായി
സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ ഇന്നു മുതൽ നമ്മുടെ നാട്ടിൽ പടച്ചവനെ നിന്റെ ഹബീബിന്റെ വിശൽ വിരുന്നുകളാണ് നമ്മുടെ ആ മക്കളുടെ ആ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന, അവരുടെ ചുണ്ടിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പ്രകീർത്തനങ്ങളുടെ പ്രഭാഷണങ്ങളുടെ പരിശുദ്ധമായ സനാഹുകളുടെ ആ വലിയ സന്തോഷ ദിവസങ്ങളാ നമ്മുടെ നാട്ടിൽ ഇതാ ഇന്നും നാളെയും ചേർന്നുമായി നടക്കുന്നതെങ്കിൽ ആ പരിപാടി മുഴുവനും നീ അടിസ്ഥാനത്തിലാക്കണേ അല്ലാഹ്. മാസങ്ങളായി നമ്മുടെ മക്കൾ ഇങ്ങനെ പഠിക്കുകയാണ് നല്ല വാഹത്തോട് ഉപ്പമാരുടെ ഉമ്മമാരുടെ നാട്ടുകാരുടെ മുന്നിൽ അത് അവതരിപ്പിക്കാനും അത് കണ്ട് സന്തോഷിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി, നല്ല ബുദ്ധിശക്തി എല്ലാം റബ്ബേ, നല്ല ധൈര്യവും പക്വതയും നമ്മുടെ മക്കൾക്ക് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ റബ്ബേ. കാര്യങ്ങൾ മുഴുവനും ാക്കണേ അല്ലാഹ്. റബ്ബേ, മാസങ്ങളായി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ മദ്രസ അധ്യാപകന്മാർ അല്ലാഹുവേ നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഉഖറബിയായ ആലിമീങ്ങളാക്കണേ അല്ലാഹ്. ഉസ്താദുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്. പടച്ചോനെ, അതിനു വേണ്ടി നല്ലോണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ അംഗങ്ങൾ അല്ലാഹുവേ നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ചോദിക്കുമ്പോ നല്ല മനസ്സോട് സഹകരിച്ച നമ്മുടെ മഹല്ല് നിവാസികൾ ചെറുതും വലുതുമായ ഒരുപാട് സഹായങ്ങൾ പടച്ചോനെ ആരെയും വെറുതെയാക്കല്ലേ റബ്ബേ. അവര് തരുമ്പോ മനസ്സിൽ കരുതി ഏത് മുറാദുണ്ടായാലും ബിലാൽ തങ്ങളുടെ ബറക്കത്തുകൊണ്ട്, സിദ്ദീഖ് തങ്ങളുടെ ബറക്കത്തുകൊണ്ട്, ഹബീബായ തങ്ങളുടെ മോചിതത്വകൊണ്ട് ആ എല്ലാ നിയ്യാത്തുകളും നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وأتاك الوعود يبكي وتذلل بين يديك واستجارك يا حبيبي يا رسول الله. عندك لبي نفور يا حبيب الله. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، يا رسول الله صلوات الله عليكم يا حبيب الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله